നമുക്ക് ഈ ചവറ മ്യൂസിക് അല്ലെ, കാഞ്ഞങ്ങാടത്തെ പെൺകുട്ടികളെ കണ്ടുക്കണോ, ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ നമുക്ക് വേണ്ടതല്ലേ? നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ടുകളിൽ കിടക്കുന്ന പാട്ടുകൾ ഇതല്ലേ? ഇവിടുത്തെ ആൺകുട്ടികൾ നീ കണ്ടുക്കണോ? ആർക്കാടോ നീ കാണിച്ചു കൊടുക്കാൻ പോകുന്നത്? ആർക്കാണ് പെണ്ണെ നിന്നെ കാണിച്ചു കൊടുക്കാൻ നീ പോകുന്നത്? നീ എന്താണ് ഈ പറയുന്നതിന്റെ ലക്ഷ്യമെന്ത്? നിന്നെ കണ്ടുക്കണോ? നീ കാണിച്ചു തരാൻ പോകുന്നത് എന്താ? തോന്നിവാസം വിളിച്ചു പറയേ. പടിഞ്ഞാറുകാരൻ നിർത്തിവെച്ചു, അത് പടിഞ്ഞാറുകാരൻ നിർത്തിവെച്ചു. കിഴക്കുന്ന വാരിപ്പുണര. ഇസ്ലാം കിഴക്കസ്തമിക്കുന്ന യാഥാർത്ഥ്യം ഞാൻ മറച്ചു വെക്കല്ല. ഇവിടെ അസ്തമിക്കുകയാണ്, പക്ഷേ അവിടെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഇസ്ലാം. ഇതാണ് ഈ പറഞ്ഞ വാക്കിനർത്ഥം. ഇധർ ഡൂബേ ഉധർ നിക്കലേ. അള്ളാന്റെ ദീനിനെ നമ്മളെങ്ങാനും മുഴുവനും അങ്ങ് കൈയെറിഞ്ഞു എന്ന് വിചാരിക്കട്ടെ. അള്ളാഹു തആല ഈ ദീനിനെ നിലനിർത്താൻ, ഈ ദീനിന്റെ ശത്രുക്കളായിരുന്നൊരു സമൂഹത്തെ അള്ളാഹു ഇതിന്റെ മിത്രങ്ങളാക്കുക മാത്രമല്ല, ഈ ഇസ്ലാമിന്റെ പ്രചോദകരും പ്രബോധകരുമാക്കി കൊണ്ടുവരാ. ഇത് അള്ളാഹു ചെയ്യുന്ന പണിയാണ്. നീ എന്ന് മനസ്സിലാക്കിയത് ഖുർആൻ വേണ്ട എന്നല്ലേ? ഇശാ മഗ്രിബിന്റെ നേരത്ത് പരിശുദ്ധ ഖുർആനോദി യാസീനോദി മരിച്ചുപോയ ആളുകൾക്ക് വേണ്ടി ഹദിയ ചെയ്യേണ്ട നേരത്ത് നമ്മുടെ പെണ്ണുങ്ങൾക്ക് ഓണാക്കണം എന്ത് സീരിയലുകൾ. എത്ര ചാനലാമല്ല, ആകെ സംസാരിക്കുന്ന 700 കിലോമീറ്ററിന്റെ ഉള്ളിലെ കേരളമാണ്. എത്ര ചാനലായ അള്ളാഹ്, ഇനി എത്ര വരാൻ നിൽക്കുന്നുണ്ട് അല്ലാഹു അലം. ഇതിലൊക്കെ സീരിയലും, ഇതിലൊക്കെ കഥ ആണ്, ജീവിതമൊന്നും അല്ല എന്നും. ഇതൊക്കെ നമ്മുടെ പെൺകുട്ടികളുടെ പെണ്ണുങ്ങളുടെ വലിയ വലിയ സംഭവങ്ങളാണ്. പടച്ചറബേ, ചവറ്, തോന്നിവാസം. ഒരു പെണ്ണ് എത്ര കണ്ട് മോശപ്പെട്ട് പെരുമാറാൻ പറ്റുന്നുവോ അങ്ങനെ കാണിച്ചു കൊടുക്കുന്ന സംഗതിയാ സീരിയലുകള്. ഒരു പെണ്ണിന് എത്ര മോശമാകാൻ പറ്റും? അവളുടെ സ്വഭാവം, അവളിലെ നന്മ, അവളിലെ വിനയം, അവളിലെ താഴ്മ, അവൾ മറ്റവരോട് കാണിക്കേണ്ട ഇതൊന്നും വേണ്ട. നീ നിന്റെ കീശ നിറച്ചാൽ മതി. ഭർത്താവിൽ നിന്ന് കിട്ടേണ്ടത് വാങ്ങിച്ചു കൂട്ടുക, അമ്മായിയിൽ നിന്ന് കിട്ടേണ്ടത് വാങ്ങിച്ചു കൂട്ടുക. നീ അങ്ങ് അടിച്ചു പൊളിച്ചോ. ഈ തോന്നിവാസം നമ്മുടെ മക്കളെ പഠിപ്പിക്കുന്നത് നമുക്ക് കണ്ടിരിക്കാൻ എമ്പാടും നേരം. പരിശുദ്ധ റമദാൻ കഴിഞ്ഞു പോയതിന്റെ ശേഷം ഒരു നേരം ഖുർആൻ നമ്മൾ ഓതിയിട്ടില്ലല്ലേ? പരിശുദ്ധ റമദാൻ കഴിഞ്ഞിട്ട് ഖുർആൻ തൊട്ടിട്ടില്ല പെണ്ണുങ്ങള്. സിനിമക്കും സീരിയലിന് ഇഷ്ടം പോലെ. അത് വിഷു ആണെങ്കിലും അതാണെങ്കിലും പല പല ഹിറ്റ് ഗാനങ്ങള്, ഹിറ്റ് പാട്ടുകള്, ഹിറ്റ് സിനിമകള്. യാ അല്ലാഹ്, ഒരൊറ്റ ഹദീസ് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. അൽബിറു ലാ യുൻസാ വൽ ഇസ്മു ലാ യബ്ലാ വദ്ദയ്യാനു ലാ യനാം യഅമൽ കമാ ശിഅ്ത കമാ തദീനു തുദാൻ. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ചെയ്യുന്ന നന്മ ഒരിക്കലും കാണാതെ പോവില്ല. ഇങ്ങനെയൊക്കെ തോന്നിവാസം നടക്കുന്ന പുരയിലും 5 നേരം അച്ചടക്കത്തിൽ നിസ്കരിച്ച് ഖുർആനോദി മക്കൾക്ക് ദീൻ പറഞ്ഞു കൊടുക്കുന്ന ഉമ്മമാരിവിടെയുണ്ട്. അൽബിറു ലാ യബ്ലാ. മക്കളെ കയ്യൂരി വിടാതെ അവർക്ക് ആവശ്യമായത് മാത്രം നൽകി അവരെ നിയന്ത്രിക്കുന്ന വാപ്പമാർ ഈ സദസ്സിലുണ്ട്. അൽബിറു ലാ യബ്ലാ. നിങ്ങൾ ചെയ്യുന്ന നന്മ ഒരിക്കലും നഷ്ടപ്പെടൂല, അതവിടെ ബാക്കിയുണ്ട്. വൽ ഇസ്മു ലാ യഫ്നാ. നിങ്ങൾ ചെയ്യുന്ന തെറ്റുകൾ ഒരിക്കലും മാഞ്ഞു പോകില്ല, അതവിടെ കിടക്കാണ്. ഇശാ മഗ്രിബിന്റെ നേരമെന്ന് ദുആഇന് പോലും ഉത്തരം കിട്ടേണ്ട നേരം, തബാറക സൂറത്ത് ഓതേണ്ട നേരം, മക്കൾക്ക് ദീൻ പഠിപ്പിക്കേണ്ട നേരം, ഇതേ നേരത്ത് തന്നെ പിശാച് നിന്റെ വീട്ടിന്റെ ഉള്ളിൽ കയറി വന്ന് തോന്നിവാസം മക്കളെ പഠിപ്പിക്കാൻ കൂട്ടുനിൽക്കുന്ന ഉമ്മ. സ്വന്തം മക്കള് നല്ലത് പഠിക്കേണ്ട നേരത്ത്, പഠിപ്പിക്കേണ്ട നേരത്ത് ആ മക്കളുടെ കൂടെ ഇരുന്ന് തോന്നിവാസം കാണുന്ന ഉമ്മ, ഭാര്യയെ, പെണ്ണെ, സഹോദരന്മാർ. ഇങ്ങനെ പെണ്ണുങ്ങളെ പണി ചെയ്യുന്ന ആണുങ്ങളുണ്ടോ എന്ന് എനിക്കറിയില്ല. പെണ്ണുങ്ങൾക്കാണ് ഈ അഡിക്ഷൻ. അതേപോലെ സീരിയലാണ് ആണുങ്ങളുണ്ടാവുക. നിങ്ങൾ ചെയ്യുന്ന തെറ്റൊരിക്കലും മാഞ്ഞു പോകുന്നില്ല കേട്ടോ. മറ്റൊരു കൂട്ടർ ചെയ്യുന്ന നന്മയും ഒരിക്കലും ഇല്ലാതെയായി പോകുന്നില്ല. എല്ലാം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന അള്ളാഹു ഉറങ്ങിയിട്ടില്ല. അള്ളാഹു ഉറങ്ങല്ല, അല്ലാഹു ഉറങ്ങല്ല. യഅമൽ കമാ ശിഅ്ത. നീ വേണ്ടതുപോലെ ജീവിച്ചോ. കമാ തദീനു തുദാൻ. നീ എങ്ങനെ പെരുമാറുന്നുവോ അങ്ങനെയാണ് നിന്നോട് പെരുമാറപ്പെടാൻ പോകുന്നത് എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ്. എന്തും ചെയ്തോ, നീ സിനിമ ഉണ്ടോ അല്ല ഖുർആൻ ഓദിക്കോ, മക്കൾക്ക് നല്ലത് പറഞ്ഞു കൊടുത്തോ അല്ല സീരിയലിന്റെ കഥ പറഞ്ഞു കൊടുത്തോ, നല്ലത് വായിച്ചോ മോശപ്പെട്ടത് വായിച്ചോ, നീ എന്തും ചെയ്തോ. കമാ തദീനു തുദാൻ. നീ എന്ത് ചെയ്യുന്നുവോ, എങ്ങനെ പെരുമാറുന്നുവോ അതുപോലെയാണ് നാളെ അല്ലാഹു നിന്നോട് പെരുമാറുക. മനസ്സിലാക്കിയാൽ മതി. അത്രയേ ഉള്ളൂ. വിഷയം ട്രാൻസ്പാരൻസി. ഇസ്ലാം അങ്ങനെയാണ്.
വളരെ ക്ലിയറാണ്, വളരെ ക്ലിയറാണ്, കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ആരെയും നീ സ്നേഹിച്ചോ, ഒരു കുഴപ്പമില്ല, ആരെയും സ്നേഹിച്ചോ. ഒരൊറ്റ ഹദീസ് ഓർക്കണം. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നത്, ഇസ്ലാമിൽ കടന്നു വന്നതിന്റെ ശേഷം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് ഉച്ചരിക്കാനുള്ള ഭാഗ്യം കിട്ടിയതിന്റെ ശേഷം, ഞാൻ ചോദിക്കട്ടെ, എത്ര ആൾക്ക് തോന്നിയിട്ടുണ്ട് ഇത് ഭാഗ്യമാണ്? എത്ര ആൾക്ക് തോന്നിയിട്ടുണ്ട് ഇത് ഭാഗ്യം? ഇസ്ലാം, നമ്മൾക്കൊന്നും ഇസ്ലാം അറിയില്ല മുസ്ലിമേ. ന്യൂ മുസ്ലിമീങ്ങളോട് ചോദിക്കുക, ഇസ്ലാം വേണമെന്ന് പറഞ്ഞ് ദാഹിച്ചു വരുന്നൊരു സമൂഹമുണ്ട്, അവരോട് ചോദിക്കുക എന്താണ് ഇസ്ലാമിന്റെ വില. നമുക്കത് പിടിച്ചിട്ടില്ലല്ലേ, നമുക്ക് മനസ്സിലായിട്ടില്ല എന്താ ഇസ്ലാം. നമ്മളങ്ങനെ നടക്കുക കുപ്പായിട്ടിട്ട്, നമ്മൾ ആകെ ചെയ്യുന്ന പണി ജുമാക്ക് വരുന്ന നിസ്കരിക്കുന്ന. എന്താണ് ഇസ്ലാം, എന്താണ് ദീൻ, എന്താ എന്റെ റബ്ബ്, ലോകരക്ഷിതാവായ അള്ളാഹുവിന്റെ ഇടപെടലുകൾ എന്തൊക്കെയാണ്, ഇതൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഹദീസ്, മുസ്ലിമാകാനുള്ള ഭാഗ്യം കിട്ടിയതിന്റെ ശേഷം ഇത്രമേൽ സന്തോഷമുള്ള ഒരു വാക്ക് ഞങ്ങൾ കേട്ടിട്ടില്ലെന്ന് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഹദീസ് എന്താ? അൻത മഅ മൻ അഹ്ബബ്ത. കഴിഞ്ഞു. വളരെ സിമ്പിൾ ഹദീസാ, നമ്മൾ മനസ്സിലായിക്കോളൂ. കുട്ടികൾക്കൊക്കെ എന്തെങ്കിലും കണ്ട പാട്ട് കാണാതെ പഠിക്കണ നേരം കൊണ്ട് ഇതൊക്കെ ഹദീസ് പഠിച്ചോളൂ. അൻത മഅ മൻ അഹ്ബബ്ത, നീ ആരെ സ്നേഹിക്കുന്നുവോ, നീ ആരെ